US കണ്ണിലെ കരട്, ഇറാഖിലെ ഇറാന്റെ ശക്തി, അബു അൽ വാലയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് US 94 കോടി രൂപ നൽകാൻ ഇനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അമേരിക്ക ഏറ്റവും കൂടുതൽ പേടിക്കുന്ന അബു അൽ വാല എന്ന് പറയുന്ന ഒരു നേതാവ് ആരാണത്? എന്തായാലും അമേരിക്കയ്ക്ക് വല്ലാത്ത ഭീതിയാണ്. എങ്ങനെയെങ്കിലും അയാളെ കൊല്ലുക, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോവുക, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. സാമ്രാജ്യത്തെ ശക്തിയായിട്ടുള്ള അമേരിക്കയുടെ കണ്ണിലെ കരടായിട്ട് മാറിയ ഈ ഒരു ഇറാഖി വിമോചന പോരാളി അബു വാല അൽ വായിലിയെ പിടികൂടാൻ അമേരിക്ക പുതിയൊരു തന്ത്രങ്ങളുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ അധീശത്യം ചോദ്യം ചെയ്യുന്നവരെ ഭീകരർ എന്ന് മുദ്രകുത്തി വേട്ടയാടുന്ന പതിവ് ശൈലിയുടെ ഭാഗമായിട്ട് തന്നെയാണ് വായിലിയെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് $10 മില്യൺ പാരിതോഷികം നൽകാമെന്ന് പറഞ്ഞ് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഭീഷണികളൊന്നും മേഖലയിലെ വിദേശാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടത്തെ തളർത്താൻ പോകുന്നതല്ല. ഇറാഖിലെ കരുത്തുറ്റ ജനകീയ സായുധ സേനയായിട്ടുള്ള ഖദൈബ് സായിദ് അൽ ഷുഹാദയുടെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ഹാഷിം ഫിന്യാൻ റഹീം അൽ സറാജി എന്ന അബു വാല അൽ വൈലി ഇറാന്റെ വിപ്ലവ വീര്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് തന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് അമേരിക്ക വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അമേരിക്കൻ അധിനിവേശത്തിനെതിരെ ഇറാഖിന്റെ മണ്ണിൽ പ്രതിരോധത്തിന്റെ കനൽ കെടാതെ സൂക്ഷിക്കുന്നതിൽ അദ്ദേഹം വഹിക്കുന്ന പങ്ക് നിസ്തുല്യമാണ്. ഇതാണ് ലോക പോലീസിനെ പ്രകോപിപ്പിക്കുന്ന പ്രധാന ഘടകം. അമേരിക്കൻ ട്രംപും ഒരേപോലെ വിറയ്ക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്ന ഒരു കാര്യം. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന വായിലി പശ്ചിമേഷ്യയിൽ ഇറാന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും അമേരിക്കൻ സൈന്യത്തിന്റെ അനാവശ്യ ഇടപെടലുകളെ പ്രതിരോധിക്കുന്നതിലും നിർണായക ശക്തിയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അമേരിക്ക നടത്തുന്നത്, ഒരു നീക്കം നടത്തുന്നത് അദ്ദേഹത്തെ പിടികൂടാൻ. അതായത് ഇറാഖിലെയും സിറിയയിലെയും വിദേശ സൈനിക സാന്നിധ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വൈലിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അമേരിക്കയെ അസ്വസ്ഥമാക്കുന്നുണ്ട്. വൈലിയെ ഒരു ആഗോള ഭീകരനായിട്ട് പ്രഖ്യാപിച്ച് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നടപടി തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ വേട്ടയാടുന്നത് അമേരിക്കയുടെ പണ്ടേയുള്ള സ്വഭാവമാണ്. അമേരിക്ക അത്തരം നീക്കങ്ങൾ പലതവണ ചെയ്തിട്ടുമുണ്ട്. എന്തായാലും വൈലിയെ പിടികൂടാൻ കോടികൾ വാഗ്ദാനം ചെയ്യുന്നത് ഇറാഖിലെ ഇറാൻ അനുകൂല ശക്തികളെ മാനസികമായിട്ട് തകർക്കാനാണെങ്കിലും അത് അവരെ കൂടുതൽ കരുത്തരായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, അമേരിക്കയുടെ ഭയം ലോകത്തിന് മുന്നിൽ അവർ തന്നെ തുറന്നു കാട്ടുകയാണ്. KSSൽ ചേരുന്നതിന് മുമ്പ് തന്നെ അമേരിക്കൻ വിരുദ്ധ പോരാട്ടങ്ങളിൽ സജീവമായിരുന്നു വൈലി. ഖൈദബ് ഹിസ്ബുള്ളയിലെ അംഗമായിരുന്നു. അക്കാലത്ത് അദ്ദേഹം നടത്തിയ ധീരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അമേരിക്കയെ ഭയപ്പെടുത്തിയിരുന്നു. ഇതിന്റെ പേരിൽ 2010 വരെ അദ്ദേഹം തടവിലാക്കപ്പെട്ടെങ്കിലും ജയിൽവാസം അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. മോചിതനായ ശേഷം സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് KSS രൂപീകരിക്കുന്നതിൽ അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചു. ICS എന്ന ഭീകര സംഘടന ഇറാഖിൽ പിടിമുറുക്കിയപ്പോൾ അതിനെതിരെ ധീരമായിട്ട് പൊരുതിയ ഒരു ചരിത്രമാണ് KSSനു ഉള്ളത്. ഇറാഖിന്റെ ഔദ്യോഗിക സുരക്ഷാ സേനയുടെ ഭാഗമായിട്ടുള്ള പോപ്പുലർ മൊബൈലൈസേഷൻ കമ്മിറ്റിയുടെ, അതായത് PMC 14ാം ബ്രിഗേഡായിട്ട് KSS മാറിയത് വാലിയുടെ സംഘാടക മികവ് കൊണ്ടാണ്. സ്വന്തം നാടിനെ ഭീകരരിൽ നിന്ന് രക്ഷിക്കാൻ ഇറാൻ നൽകിയ പിന്തുണയും വൈലിയുടെ നേതൃത്വം ഇറാഖിന് വലിയ കരുത്തായി മാറി. ഇറാൻ നയിക്കുന്ന പ്രതിരോധ നിരയുടെ ഭാഗമായിട്ട് വൈലി ഹൂത്തി പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള വിമോചന സംഘടനാ പോരാട്ടങ്ങൾക്ക് പരസ്യമായിട്ടുള്ള പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും, ഹിസ്ബുള്ള, ഹൂത്തി, ഇറാൻ എന്ന് പറയുന്നവർക്ക് വലിയൊരു കരുത്തുള്ള ഒരാളാണ് ഈ വൈലി എന്ന് പറയുന്നത്. എന്തായാലും പ്രാദേശികമായിട്ട് ഐക്യത്തിലൂടെ മാത്രമേ സാമ്രാജ്യത്വത്തെ കെട്ടുകെട്ടിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തിന്റെ ഇറാന്റെ വിശ്വസ്തനായിട്ടുള്ള സഖ്യകക്ഷിയാക്കുന്നത്. ഖുദ്സ് ഫോഴ്സിന്റെ നിർദ്ദേശപ്രകാരമുള്ള നീക്കങ്ങൾ മേഖലയിൽ അമേരിക്കൻ സ്വാധീനം കുറയ്ക്കാൻ സഹായിക്കുന്നു. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക്, നയതന്ത്ര സ്ഥാപനങ്ങൾക്ക് നേരെ KSS നടത്തുന്ന ആക്രമണങ്ങൾ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. കഴിഞ്ഞ ദശകത്തിൽ 1000-ലധികം ആക്രമണങ്ങളാണ് ഈ ഒരു പ്രതിരോധ നിര അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കുമെതിരെ നടത്തിയത്. ഇറാഖിലെ പുതിയ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കി സായുധ ഗ്രൂപ്പുകളെ അടിച്ചമർത്താനാണ് $10 മില്യൺ ഈ ഒരു പുതിയ പ്രതിഫല നാടകം അമേരിക്ക പടച്ചുവിട്ടിരിക്കുന്നത്. ഇറാൻ വംശജരോടും അവരുടെ സഖ്യകക്ഷികളോടുമുള്ള അമേരിക്കയുടെ വിരോധം പുതിയതല്ല. മേഖലയിലെ എണ്ണയും വിഭവങ്ങളും കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നവർക്ക് വൈലിയെ പോലുള്ള പോരാളികൾ വലിയ തടസ്സമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ അവിടുന്ന് മാറ്റിയേ പറ്റൂ. അതുകൊണ്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ഇനി അയാളെ മാറ്റുന്നതിലൂടെ അമേരിക്ക കണ്ടെത്തുന്നത് ഇറാന്റെ തകർച്ചയാണ്. പക്ഷെ ഇറാൻ തകരുന്നില്ല, അല്ലെങ്കിൽ ഇറാൻ ഒരിക്കലും തളരില്ല എന്നത് മറ്റൊരു കാര്യമാണ്. എന്തായാലും
ഈ ചാരന്മാരെ ഉപയോഗിച്ച് വൈലിയെ കണ്ടെത്താനാകുമോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ ഉള്ള ശ്രമങ്ങൾ അമേരിക്ക ശക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുന്നവർക്ക് താമസ സ്ഥലം മാറ്റി നൽകാമെന്ന വാഗ്ദാനം പോലും ഇതിന്റെ ഭാഗമാണ്. എന്നാൽ പശ്ചിമേഷ്യൻ ജനതയുടെ മനസ്സിൽ വൈലി ഒരു ഭീകരനല്ല, മറിച്ച് സാമ്രാജ്യത്വത്തിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരു വലിയ പോരാളിയാണ്. അമേരിക്കൻ സൈന്യം മേഖല വിട്ടുപോകണം എന്ന ഇറാന്റെയും ഇറാഖി പ്രതിരോധ ഗ്രൂപ്പുകളുടെയും ആവശ്യം ന്യായമാണ്. ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നത് വരെ പണം കൊടുത്ത് നിശബ്ദമാക്കാം എന്നത് അമേരിക്കയുടെ വ്യാമോഹം മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, അവരോട് പോകാൻ പറയാൻ അമേരിക്ക ആരാണ്? എന്തായാലും അമേരിക്ക ഈ നീക്കങ്ങൾ നടത്തുകയാണ്. ഇറാന്റെ IRGC ഉന്നത നേതാക്കളുമായിട്ടുള്ള വൈലിയുടെ അടുത്ത ബന്ധം അദ്ദേഹത്തിന് വലിയ സുരക്ഷയും തന്ത്രപരമായിട്ടുള്ള പിന്തുണയും നൽകുന്നുണ്ട്. അമേരിക്കൻ ചാര സംഘടനകളുടെ കണ്ണ് വെട്ടിച്ച് സിറിയയിലും ഇറാഖിലും അദ്ദേഹം തന്റെ ദൗത്യം തുടരുന്നത് ഇറാന്റെ ഇന്റലിജൻസ് കരുത്തിന്റെ അടയാളം കൂടിയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യ കൈവശമുള്ള അമേരിക്കയ്ക്ക് പോലും അദ്ദേഹത്തെ സ്പർശിക്കാൻ കഴിയാത്തത് ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളുടെ വിജയമാണ്. അത്രയേറെ കാര്യങ്ങൾ ഇറാന്റെ പക്കലുണ്ട്, അത്രയും ആധുനിക സാങ്കേതിക വിദ്യകൾ ഇറാന്റെ പക്കലുണ്ട്. എന്തായാലും ഇറാഖിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും പുതിയ പ്രധാനമന്ത്രിയുടെ നിയമത്തിനും മേൽ സ്വാധീനം ചെലുത്താൻ അമേരിക്ക ശ്രമിക്കുമ്പോഴും വൈലിയെ പോലെയുള്ളവർ ജനകീയ അടിത്തറയോടെ അവിടെ നിലനിൽക്കുന്നു. സായുധ സംഘങ്ങളെ നിയന്ത്രിക്കാൻ ബാഗ്ദാദിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഇറാഖിന്റെ ആഭ്യന്തര പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ഇറാനെതിരെ ഇറാൻ നൽകുന്ന ഉറച്ച പിന്തുണ ഇറാഖിലെ പോരാളികൾക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. ഇനി അന്തിമമായിട്ട് അമേരിക്കൻ വേട്ടയാടലുകൾ അബു അൽ വൈലിയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുകയുള്ളൂ. പശ്ചിമേഷ്യയിലെ ഓരോ വീര്യഗാഥകളിലും ഇറാൻ അവരുടെ സഖ്യകക്ഷികളുടെയും പേര് എഴുതപ്പെടുമ്പോൾ വൈലിയെ പോലുള്ളവർ ആ പോരാട്ടത്തിന്റെ മുൻനിരയിലുണ്ടാകും. $10 മില്യൺ അല്ല, എന്ത് വാഗ്ദാനം നൽകിയാലും നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ഈ പേർഷ്യൻ കരുത്തിന് മുൻപിൽ അമേരിക്കയ്ക്ക് തോൽക്കേണ്ടി വരും എന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും അമേരിക്ക വല്ലാതെ ഭയപ്പെടുകയാണ്. എങ്ങനെയെങ്കിലും വൈലിയെ പിടിച്ച് ഇറാനെ തളർത്താൻ നോക്കുകയാണ്. പക്ഷേ ഇറാൻ വൈലിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സുരക്ഷിതമായിട്ടുള്ള ഒരു താവളം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാനും പിടിച്ചെടുക്കാനും പിടിച്ചുകൊണ്ട് പോകാനും കഴിയുന്നതല്ല. അത് നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലായതാണ്. കാരണം മണ്ണും എണ്ണയും പിടിക്കാൻ പോയവർക്ക് ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥ, അതാണ് അമേരിക്ക ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. മാത്രമല്ല അവരുടെ കണ്ണു വെട്ടിച്ചല്ലേ ഹോർമുസിലൂടെ 34 കപ്പൽ പോയത്. അപ്പം അത്രയേറെ സുരക്ഷ ഈ വൈലിക്ക് ഇറാൻ ഒരുക്കുന്നത് കൊണ്ട് ഇറാന്റെ കണ്ണു വെട്ടിച്ചൊരിക്കലും അമേരിക്ക ആ കാര്യം ചെയ്യില്ല. അമേരിക്ക ആ കാര്യം ചെയ്യാൻ വേണ്ടി വളർന്നിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. എന്തായാലും ഇറാന്റെ സുരക്ഷിതയിലാണ്. ഇറാൻ അത്രത്തോളം കരുത്തും സാങ്കേതിക വിദ്യയും കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വൈലിക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. ഇനി വൈലിയെ കൊണ്ട് പ്രശ്നമുണ്ടാകുന്നത് അമേരിക്കയ്ക്കാണ്. ട്രംപിന്റെ ഉറക്കം കെടുത്തുകയാണ്. ട്രംപിന് യാതൊരു തരത്തിലുള്ള ഒരു മുന്നേറ്റവുമില്ല. ഈ വൈലി തടസ്സം നിൽക്കുന്നതിനാൽ തന്നെ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാണ്. എന്തായാലും ട്രംപിന്റെ ഇത്തരം നീക്കങ്ങൾ വില പോകില്ല ഇറാന്റെ മുന്നിൽ എന്നതാണ് മറ്റൊരു കാര്യം.